ഇവർ നമുക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കും. ഇതിപ്പോൾ നമ്മൾ ഏത് കമ്പനിയുടെ വണ്ടി ഓടിക്കി, പക്ഷേ എനിക്ക് ഈ സ്ഥലത്തിലൂടെ വണ്ടി ഓടിച്ച് പോയപ്പോൾ ഒരു ഹോണ്ടഡ് പ്ലേസിലേക്ക് എത്തിയമാതിരി എനിക്ക് തോന്നുന്നത്. അവിടെ പക്ഷേ ഓൾമോസ്റ്റ് ട്രക്കുകളെല്ലാം വലിയ വണ്ടികൾ ക്ലാസ് 1 ആയാലും ക്ലാസ് 2 ആയാലും എല്ലാം വന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. ഇപ്പോൾ മോളിൽ കാണുന്നത് 2 സ്ഥലത്തേക്കുള്ള ഡെലിവറിയാണ്. പിന്നെ താഴെ പൊതിഞ്ഞിട്ടേക്കണത്. ഹായ് ഗൈസ്, ഇന്ന് എനിക്ക് കിട്ടിയേക്കണ വളരെ ചെറിയൊരു ഡെലിവറിയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ എനിക്കിന്ന് ഈവനിങ് ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പോൾ 2 ദിവസം മുന്നേ ഞാൻ എൻ്റെ ട്രാൻസ്പോർട്ട് മാനേജറെ ഇൻഫോം ചെയ്തിരുന്നു ഇന്ന് ഇത്തിരി നേരത്തെ പോകണമെന്നുള്ള കാര്യം. നമ്മുടെ കമ്പനിയിലെ ഓൾമോസ്റ്റ് വണ്ടികളും ട്രിപ്പുകളും അത്യാവശ്യം ലോങ് ഓടുന്നവയാണ്. എങ്ങനെ പോയി കഴിഞ്ഞാലും ഈവനിങ് എങ്കിലും മിനിമം ആവും, ചിലത് പിറ്റേ ദിവസത്തേക്ക് ആവാറുമുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയോ എൻ്റെ ട്രാൻസ്പോർട്ട് മാനേജർ തപ്പിപ്പിടിച്ച് ഓൺലൈനിൽ ചെറിയൊരു ഡെലിവറി ഒക്കെ എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നു. അപ്പോൾ ഇന്ന് നമുക്ക് മൾട്ടിപ്പിൾ ഡ്രോപ്പ് ഓഫ് ആണ്. 3 സ്ഥലത്താണ് നമുക്ക് ഡ്രോപ്പ് ഓഫ് വന്നതാണ്. അപ്പോൾ ലോഡ് എന്താണെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. വുഡ് പ്രൊഡക്ട്സ് ആണ് നമ്മുടെ ഇന്നത്തെ ലോഡ്. അപ്പോൾ മോളിൽ കാണുന്നത് 2 സ്ഥലത്തേക്കുള്ള ഡെലിവറിയാണ്. പിന്നെ താഴെ പൊതിഞ്ഞിട്ടേക്കണത് പ്ലൈവുഡാണ്. നമുക്കറിയാം യു കെയിലെ വെതർ എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇന്ന് നല്ലൊരു മൂടിക്കെട്ടിയ അവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ പെയ്ത ഒന്നും പറ്റാത്ത രീതിയിൽ പ്ലൈവുഡ് നല്ല രീതിയിൽ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് ഇസുസു ട്രക്സിൻ്റെ ഗ്രഫ്റ്റർ എന്ന് പറഞ്ഞ മോഡലാണ്. ഞാൻ യു കെയിൽ വന്നിട്ട് ഓടിക്കുന്ന ട്രക്ക് കാറ്റഗറിയിലെ ഏറ്റവും ചെറിയ വണ്ടിയാണിത്. പോരാത്തതിന് ഈ വണ്ടിക്ക് വരുന്നത് മാനുവൽ ഗിയർ ബോക്സും കൂടിയാണ്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു മാനുവൽ വണ്ടി ഓടിക്കുന്നത്. കാരണം എൻ്റെ കാറ് പേഴ്സണലായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കാറും ഓട്ടോമാറ്റിക്കാണ്, ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ട്രക്കും ഓട്ടോമാറ്റിക്കാണ്. ആക്ച്വലി വലിപ്പത്തിൽ നമ്മുടെ നാട്ടിലെ ദോസ്തിനേക്കാൾ ഇച്ചിരി കൂടി നീളം കൂടുതൽ ഇതിനുള്ളൂ. പിന്നെ എന്തുകൊണ്ട് ഇവർ ഇതിനെ ട്രക്ക് കാറ്റഗറിയിൽ പെടുത്തിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഓടിച്ചിട്ടും എനിക്ക് ആ ഫീലാണ് കിട്ടണത്. ഒരു മഹീന്ദ്ര ദോസ് നാട്ടിൽ ഓടിച്ച അതേ പവറാണ് എനിക്കിതിൽ ഓടിച്ചിട്ടും ഫീൽ ചെയ്യണേ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഒരു മാനുവൽ വണ്ടി ഓടിക്കാൻ കിട്ടിയ ഒരു സന്തോഷത്തിലാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആ കയറ്റമൊക്കെ വലിപ്പിച്ച് ഗിയറിടുമ്പോൾ ഒരു സുഖം അത് വേറെ തന്നെയാണ്. ഒത്തിരി നാളെ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു മാനുവൽ വണ്ടി ഓടിക്കാൻ. പക്ഷേ ഓൾമോസ്റ്റ് ട്രക്കുകളെല്ലാം വലിയ വണ്ടികൾ ക്ലാസ് 1 ആയാലും ക്ലാസ് 2 ആയാലും എല്ലാം വന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. മാനുവൽ കിട്ടാറില്ല അങ്ങനെ പൊതുവേ. അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി. ഇവിടെ നമുക്ക് ഇറക്കാനുള്ളത് 2 തടിക്കഷ്ണമാണ്. ഈ 2 തടിക്കഷ്ണം നമ്മളവിടെ ഇറക്കി അവിടെ നിന്ന് തിരിച്ചു. പക്ഷേ ഇതൊരു കയറ്റമാണ്. ആ കയറ്റം കയറിപ്പോയിട്ട് അവിടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങും തിരിക്കാനുള്ള സ്ഥലമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്ന വഴി തന്നെ റിവേഴ്സ് പോകേണ്ടി വരും. റിവേഴ്സ് പോകാൻ നോക്കുമ്പോൾ അതൊരു എസ് വളവ് പോലത്തെ വളവാണ്. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം റിവേഴ്സ് എടുക്കാൻ. കാരണം ഈ ആഴ്ച മൊത്തം മഴ ആയതുകൊണ്ട് തന്നെ വെള്ളം അതിൽ ഒഴുകി ഒഴുകി നല്ല സ്ലിപ്പറിയാണ് റോഡ് മൊത്തം. അപ്പോൾ നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ എങ്ങാനും ബ്രേക്ക് ചവിട്ടിയാൽ പോലും ചില സമയത്ത് തെന്നി ഇറക്കത്തോട്ട് ഇറങ്ങി വണ്ടി പോകാനും ചാൻസ് ഉണ്ട്. വണ്ടി ഇപ്പോൾ റിവേഴ്സ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 സൈഡിൽ പച്ച പുല്ല്. അപ്പോൾ നമ്മൾ നാട്ടിലെ പോലെ ചിന്തിച്ചിട്ട് ഇത് റോട്ടിൽ തന്നെ ഉണ്ടായിരിക്കണ പുല്ലാണെന്ന് വിചാരിച്ച് ഏതെങ്കിലും വണ്ടി വരുമ്പോൾ നമ്മൾ ആ പുല്ലിൽ കൂടെ കയറ്റി ഓടിച്ച് പോകാൻ ഒരു കാരണവശാലും പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊത്തിരി പൈസ മുടക്കി പിടിപ്പിച്ചേക്കണ പുല്ലാണിത്. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഈ പുല്ല് ഡാമേജ് ആയിക്കഴിഞ്ഞാൽ ഇവർ നമുക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കും. ഇതിപ്പോൾ നമ്മൾ ഏത് കമ്പനിയുടെ വണ്ടി ഓടിക്കണമെങ്കിൽ ആ കമ്പനിയിലേക്ക് കംപ്ലയിൻറ്റ് പോയി കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ക്ലെയിം ചെയ്യുന്ന ഇവർക്ക് രണ്ടാമത് റീഫണ്ട് ചെയ്ത് ഈ പുല്ല് പിടിപ്പിച്ച് കൊടുക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഈ പിടിപ്പിക്കാനുള്ള ഫണ്ട് ഇവർക്ക് അനുവദിച്ച് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്താൽ അത് നമ്മുടെ ഇൻഷുറൻസിനെ അഫക്റ്റ് ചെയ്യും. അതിപ്പോൾ കാറായിക്കോട്ടെ, അതിപ്പോൾ ട്രക്ക് ആയിക്കോട്ടെ, ഏത് വണ്ടി ആയാലും ഇതൊക്കെ തന്നെയാണ് സെയിം നടക്കുന്നത്. ഇത് പുല്ല് മാത്രമല്ല കേട്ടോ, അതുപോലെ തന്നെ ട്രീയുടെ ഏതെങ്കിലും കൊമ്പ്, ഇപ്പം നമ്മൾ ട്രക്ക് വലിയ വണ്ടി കൊണ്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു കൊമ്പുമ്പോൾ തട്ടിയ കൊമ്പിൻ്റെ ഒരു ചില്ല ഒടിഞ്ഞ് വീണാൽ പോലും ആ വീട്ടുകാർക്ക് അത് ക്ലെയിം ചെയ്യാം, ആ മരം തന്നെ മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ റൂറൽ ഏരിയയിൽ കൂടെ അല്ലാണ്ടും റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അങ്ങനെ എന്തെങ്കിലും സാധനത്തുമ്പോൾ ഹിറ്റ് ആവാണ്ടോ അതുപോലെ അല്ലെങ്കിൽ എന്തെങ്കിലും വീടിൻ്റെ മതിലുമേ പോലും എന്തെങ്കിലും ഒരു സ്ക്രാച്ച് എന്തെങ്കിലും വരുത്തി കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ വണ്ടി ഉടനെ തന്നെ നിർത്തി നമ്മുടെ കമ്പനിയിൽ അറിയിക്കുക, ആ വീട്ടുകാരെയും വിളിച്ച് കാര്യങ്ങൾ പറയുക, അതായിരിക്കും ബെറ്റർ. ഇന്ന് മൊത്തത്തിലൊരു മൂടി കിട്ടിയ ക്ലൈമറ്റാണ്. പോരാത്തതിന് അത്യാവശ്യം നല്ല കോടയുണ്ട്. പക്ഷേ ഡ്രൈവിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള കോടയല്ല. ഇന്ന് മൊത്തത്തിലൊരു മൂടി കിട്ടിയ ക്ലൈമറ്റാണ്. ചെറുതായിട്ടൊരു പൊടിമഴയുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഡ്രൈവിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന കോടയൊന്നുമല്ല. പിന്നെ എനിക്കിതിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരു മൂന്നാർ പോയ ഫീലാണ് എനിക്ക് വന്നത്. ഒരു ചെറിയ ഹില്ല് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന നിലവിൽ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഡെലിവറി കൊടുക്കുന്ന സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ ഇതിലെന്താ കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ചെറിയ വണ്ടി ആയതുകൊണ്ട് തന്നെ മൗണ്ടഡ് ക്രെയിനൊന്നും ഇതിനകത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ലോഡും ഞാൻ തന്നെ ചുമന്ന് ഇറക്കേണ്ട വന്നു. പക്ഷേ കുഴപ്പമില്ല, ഞാനിത് ചോദിച്ചു വാങ്ങിച്ച പണിയാണല്ലോ. കാരണം ചെറിയ വണ്ടികളിലൊന്നും മൗണ്ടഡ് ക്രെയിൻ ഇല്ല. അപ്പോൾ നമ്മളെല്ലാം ഇറക്കണം. പൊതുവേ ഞാൻ വിചാരിച്ചിരുന്നത് ഇത് ഏതെങ്കിലും ഗോഡൗണിലേക്ക് ആയിരിക്കും എന്നാണ്. ഗോഡൗണിലേക്ക് ആകുമ്പോൾ അവിടുത്തെ ഫോർക്ക് ലിഫ്റ്റിന് ഇറക്കാമല്ലോ. അതല്ല, വീടുകളിലേക്കാണെങ്കിൽ നമ്മൾ തന്നെ ചുമന്നിറക്കണം. പിന്നെ ഇവിടെ കുഴപ്പമില്ല, നല്ല സപ്പോർട്ടിങ് ആയ ഒരു കസ്റ്റമർ കൂടി ഉണ്ടായിരുന്നു. ആൾ നല്ല രീതിയിൽ സഹായിച്ചായിരുന്നു.
ഞാൻ ഈ ലോഡ് ഇറക്കിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ നാട്ടിലെ യൂണിയൻകാരെ ഞാനൊന്ന് സ്മരിച്ചായിരുന്നു. കാരണം ഇപ്പം നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ലോഡ് ഇറക്ക് കൂലിയുടെ കാര്യവും പറഞ്ഞ് ഇപ്പോൾ തർക്കം ഉണ്ടായേനെ, എന്തൊക്കെ നടന്നേനെ, മലപ്പുറം കത്തി അമ്പും വില്ലും എന്തൊക്കെ വന്നാലും ഇവിടെ അങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ ശാന്തമായിട്ട് തന്നെ ലോഡ് ഇറക്കി തീർത്തു. അങ്ങനെ ലോഡ് ഇറങ്ങി തീർന്ന നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെൽറ്റുകളെല്ലാം ഭദ്രമായിട്ട് മടക്കി വൃത്തിയായിട്ട് എടുത്തു വയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആ പരിപാടിയും ചെയ്ത് അതും തീർത്തു. ഈ തടിവണ്ടി ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ബെൽറ്റാണ്. കാരണം വണ്ടി ഓടി കുറേ നേരം കഴിയുമ്പോൾ ഇതൊക്കെ ലൂസാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ നിർത്തി ഒന്നും കൂടി ഈ ബെൽറ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ വളരെയധികം കെയർഫുള്ളായിട്ട് വേണം ഈ തടിയുടെ സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ നമ്മൾ അടുത്ത ഡെലിവറിക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡെലിവറി. ഇതുകൂടി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കൊണ്ടുവന്ന് യാർഡിലിട്ട് നേരത്തെ വീട്ടിൽ പോകാം. പക്ഷേ ഈ വീടുകളുടെ പോസ്റ്റ് കോഡ് ഇട്ട് നമ്മൾ വീടുകളിലേക്ക് പോകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് ഫൈൻഡ് ചെയ്യാൻ ചില സ്ഥലങ്ങളിൽ ഭയങ്കര പാടായിരിക്കും. കാരണം ഇത് സിറ്റിയിലുള്ള സ്ഥലങ്ങളിലെ അഡ്രസ്സുകളല്ല നമുക്ക് കിട്ടിയേക്കുന്നത്. കൂടുതലും റൂറൽ ഏരിയകളിലെ വീടുകളാണ്. അത് ഒറ്റപ്പെട്ട വീടാണ്. ചിലതൊക്കെ നമുക്ക് ഗൂഗിൾ മാപ്പിൽ കാണിക്കില്ല. അപ്പോൾ അത് ഫൈൻഡ് ചെയ്യൽ ഈസി അല്ല. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഡെലിവറിയുടെ സ്ഥലത്തെത്തി. പക്ഷേ എനിക്ക് ഈ സ്ഥലത്തിലൂടെ വണ്ടി ഓടിച്ച് പോയപ്പോൾ ഒരു ഹോണ്ടഡ് പ്ലേസിലേക്ക് എത്തിയ മാതിരി എനിക്ക് തോന്നുന്നത്. അവിടെ ആകെ ഒരു ഒറ്റ വീടുള്ളൂ. ഒരുപാട് ദൂരം എന്ന് വെച്ചാൽ ഏകദേശം ഒരു 5 മിനിറ്റോളം ദൂരം റൂട്ടിൽ നിന്ന് മാറി ഒരു ചെറിയ വഴി കൂടെ ട്രാവൽ ചെയ്ത് ഇവരുടെ വീട്ടിലേക്കുള്ള ഒറ്റ വഴിയാണ്. ആ വഴി കൂടെ വന്നിട്ടാണ് ഈ വീട്ടിലെത്തണത്. എന്താണെന്നറിയില്ല, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇരുട്ടായി. അത് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ വാച്ചിൽ സമയം നോക്കിയപ്പോൾ ഉച്ചയ്ക്ക് 1 മണി ആയിട്ടുള്ളൂ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു 8 മണി ആയ ഫീൽ എനിക്ക് തോന്നണേ. എന്താണെന്നറിയില്ല, ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണോന്ന് എനിക്കറിയില്ല. മൊത്തം മരങ്ങളായിരുന്നു 2 സൈഡിലും. അവിടെ ചെന്ന് കസ്റ്റമറെ വിളിച്ചപ്പോൾ സ്വിച്ച് ഇട്ട പോലെ ആൾ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്ത് പടപടാന്ന് സാധനം ഇറക്കി അവിടെ നിന്ന് പോന്നു. എനിക്കിതിലൂടെ ഡ്രൈവ് ചെയ്ത് പോയപ്പോൾ കിട്ടിയൊരു ഫീൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂന്നാർ അടിമാലി ഒരു മഴയുള്ള സമയത്ത് പോയാൽ എങ്ങനെ ഇരിക്കും, അതേ ഫീലാണ് എനിക്കിവിടെ കിട്ടിയത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇങ്ങനത്തെ വഴികളിലൂടെ പോകുമ്പോൾ എനിക്ക് ഒട്ടും നാട് മിസ് ചെയ്യാറില്ല. നാട് പോലെ തന്നെയാണ് ഇവിടെ തോന്നാറ്. തിരിച്ചു വന്ന വഴി കോട കൂടി വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ സമയം ഏകദേശം 2 മണിയോട് അടുത്തായിട്ടുള്ളൂ. പക്ഷേ നമുക്കിത് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണ ഒരു 6 മണി 7 മണി ആയ കൂട്ടാണ്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഷിഫ്റ്റ് തീർന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാനില്ല. ഏകദേശം നൈറ്റ് ആയ മാതിരിയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. പക്ഷേ ഏകദേശം മുന്നോട്ട് പോകുന്തോറും വെളിച്ചം വന്നു തുടങ്ങി. അപ്പോൾ യുകെയുടെ ക്ലൈമറ്റ് ഇങ്ങനെയൊക്കെയാണ്. എപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓരോ ചായയും കുടിച്ച് ഡ്രൈവ് എൻജോയ് ചെയ്ത് ഞാൻ യാർഡിലേക്ക് അങ്ങനെ തിരിച്ചു വന്നു. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഷിഫ്റ്റ് എൻ്റെ തീർന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോകളായിട്ട് വീണ്ടും കാണാം.